ഇംഗ്ലണ്ട് 2, കോങ്കോ 1. വീണ്ടും ഒരു നോക്കൗട്ട് സ്റ്റേജിലെ കറുത്ത കുതിരകളെന്നറിയപ്പെടുന്ന മറ്റൊരു ടീമും കൂടി വമ്പന്മാരുടെ മുമ്പിൽ പെട്ടിട്ട് തകർന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടതെന്ന് തന്നെ വേണം പറയാൻ. അതെ, പാസി എന്ന് പറയുന്ന അവരുടെ ഗോൾ കീപ്പർ, ഉരുക്ക് ഗോൾ കീപ്പർ, കയ്യിലെന്തോ എന്തോ സാധനം വെച്ച് നിൽക്കുന്ന പോലെ ഉണ്ടായിരുന്നു. കാരണം ആളുടെ പഞ്ചിങ് ഔട്ട് ബോളുകളെല്ലാം തെറിച്ച് വേറെ എവിടേക്കൊക്കെയാണ് പോയിരുന്നത്. അയാൾ ഒറ്റയാൾ പോരാട്ടം നടത്തിയിട്ട് കോങ്കോനെ രക്ഷിക്കുന്നു വിചാരിക്കുമ്പോഴാണ് കൊടുങ്കാറ്റായി ഹറിക്കെയിനായിട്ട് ഹാരി കെയ്ൻ വന്നതോടുകൂടി 2 ഗോൾ തിരിച്ചടിച്ചുകൊണ്ട് ഇംഗ്ലണ്ട് റൗണ്ട് ഓഫ് 16ലേക്ക് പോകുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ പോർച്ചുഗലിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് 1 പോയിൻ്റ് മാത്രം പോർച്ചുഗലിൽ നിന്നും കുറവുള്ള കോങ്കോ ഇംഗ്ലണ്ടിനെ നേരിടുമ്പോൾ ഒരു 60-65 മിനിറ്റ് വരെ കിഡിലനായിട്ട് ഇംഗ്ലണ്ടിനെ വിറപ്പിച്ചുകൊണ്ട് തന്നെയാണ് കോങ്കോ 40 വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ട് വേൾഡ് കപ്പ് വരുന്ന ഒരു ടീം ഇംഗ്ലണ്ടിനെ വിറപ്പിച്ചത് തന്നെയായിരിക്കും അവരുടെ ഏറ്റവും വലിയ അംഗീകാരവും ഈ ലോകം അവരെ ബഹുമാനിക്കാൻ പോകുന്നത്. അത് കളിയുടെ തുടക്കത്തിൽ തന്നെ 7ാമത്തെ മിനിറ്റിൽ ഒരു സുന്ദരമായ ഗോൾ ഫസ്റ്റ് പോസ്റ്റിൽ അയാൾ ഫിനിഷ് ചെയ്തപ്പോൾ പിക്ഫോർഡ് വിചാരിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ സെക്കൻഡ് പോസ്റ്റിലേക്കാണ് ഈ ഗോൾ ഫിനിഷ് ചെയ്യാൻ പോകുന്നതെന്ന്. എന്നാൽ ആ ചിന്തകളെല്ലാം മാറ്റിയിട്ട് ഒരു വെടിയുണ്ട പോലെ ഫസ്റ്റ് പോസ്റ്റിൽ പിക്ഫോർഡ് ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും അടിച്ച് കയറ്റിയ കോങ്കോ ഗംഭീര ഷോക്ക് തന്നെയാണ് ഇംഗ്ലണ്ടിന് കൊടുത്തതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് തോമസ് തുഷേലിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടുകളുടെ എഫക്റ്റാണ് സെക്കൻഡ് ഹാഫിൽ നമ്മൾ കണ്ടതെന്ന് തന്നെ വേണം പറയാൻ. തോമസ് തുഷേൽ എന്ന് പറയുന്ന കോച്ച്, ഞാൻ ഈ ജേഴ്സി ഇട്ടേക്കുന്ന പോലെ ഒരു ചെൽസി ഫാനാണെന്ന് നിങ്ങൾക്കറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഒരു കടുത്ത ചെൽസി ഫാനാണ്. 2021 ചെൽസിക്ക് ചാമ്പ്യൻസ് ലീഗ് എടുത്തു കൊടുക്കുമ്പോൾ ഒരു സൂപ്പർ താരങ്ങളും ഇല്ലാതെ, ഗംഭീര സൂപ്പർ താരങ്ങളൊന്നും ഇല്ലാതെ ചെൽസിയെ കപ്പെടുപ്പിക്കാൻ പ്രേരിപ്പിച്ച അല്ലെങ്കിൽ പ്രചോദനമായൊരു കോച്ചാണ് തോമസ് തുഷേൽ. ഒരുപാട് പ്രശ്നങ്ങൾ ടീം സെലക്ഷനിൽ നിന്നിട്ടും ഹാരി മഗ്വയറിനെ ഒഴിവാക്കിയതിൽ തുടങ്ങി പല പ്രശ്നങ്ങളും ഇംഗ്ലണ്ടിൽ നിന്ന് നേരിട്ടാണ് അയാൾ ഈ ടീമിനെ ഈ വേൾഡ് കപ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ ഒരു കളിയുടെ 75% നിമിഷത്തിൽ നമ്മൾ വിചാരിച്ചത് തുഷേൽ ഇന്ന് ഏറിപ്പോവാണ്, ഇന്നായിരിക്കും ഇംഗ്ലണ്ട് ജോബിൻ്റെ അവസാന ഡ്യൂട്ടി തുഷേലിൽ നിന്നുള്ളതാണ്. എന്നാൽ റാഷ്ഫോർഡ് പേസ് കൊണ്ട് മാത്രം ആ വിങ്ങിൽ കളി ഉണ്ടാക്കിയപ്പോൾ റാഷ്ഫോർഡിനെ വലിച്ച് ഗോർഡൻ ഇറക്കിയതോടുകൂടി കളി മാറുന്ന രംഗമാണ് നമ്മൾ കണ്ടത്. 2 അസിസ്റ്റ് ബാഴ്സലോണ ഫാൻസിന് സന്തോഷിക്കാനുള്ള വകയാണ് ഗോർഡൻ കൊടുത്താക്കുന്നത്. 2 കിഡിലൻ അസിസ്റ്റ് കൊടുത്തുകൊണ്ട് ഗോർഡനെ പോലും ഞെട്ടിച്ച് ഹാരി കെയ്ൻ ആ ഗോൾ ഫിനിഷ് ചെയ്തപ്പോൾ ഇംഗ്ലണ്ട് റൗണ്ട് ഓഫ് 16 മെക്സിക്കോനെ നേരിടാൻ പോവാണ്. ഫസ്റ്റ് ഹാരി കെയ്ൻ അടിച്ച ഗോള്, ആ ഗോളിന് മുന്നേ എംപാസി എന്ന് പറയുന്ന അവരുടെ ഗോൾ കീപ്പർ, വെൽക്കം ടു യൂറോപ്പ് എംപാസി, ആൾ എന്തായാലും ഒരു യൂറോപ്യൻ ഫുട്ബോൾ കളിക്കാൻ ഇനി വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൾ യൂറോപ്പിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ടീം എന്തായാലും കമൻറ്റ് ചെയ്യും. ഞാൻ ആളെ മുന്നേ ഒരു നല്ല മുൻനിര ക്ലബ്ബിൽ കണ്ടിട്ടില്ല. ഇനി മേ ബി സെക്കൻഡ് ഓപ്ഷനായിട്ടോ തേർഡ് ഓപ്ഷനായിട്ടോ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ എംപാസി എന്തോരം ചാൻസുകളാണ്, ബെല്ലിംഗ്ഹാമിൻ്റെ ചാൻസുകൾ, ഹാരി കെയ്ൻ്റെ ചാൻസുകൾ, റാഷ്ഫോർഡിൻ്റെ ചാൻസുകൾ, ഒരു ഹെഡർ ബോൾ എല്ലാം തട്ടി അകറ്റി സന്തോഷത്തോടെ അല്ലെങ്കിൽ ചിരിച്ച മുഖത്തോടെയാണ് ആ അവസാന ഹൈഡ്രേഷൻ ബ്രേക്കിന് പോയത്. ഞാൻ വേർക്കണം എന്ന് വെച്ചാൽ ഇവിടെ നല്ല ചൂടാട്ടോ, പുറത്ത് മഴ പെയ്യുക, പക്ഷേ ഇവിടെ ഒടുക്കത്തെ ചൂടാണ്. യൂറോപ്പിൽ ഹീറ്റ് വേവ് തരംഗമാണ്, അതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോ കാണുന്നവർ ഞാനിങ്ങനെ എപ്പോഴും തുടയ്ക്കുന്ന കാണുന്നുണ്ടാവും, വേർത്തൊലിക്കുകയാണ്, ഭയങ്കര ചൂടാണ്. സെയിം ലൈക്ക് USA. അപ്പോൾ ഹാരി കെയ്ൻ ആ ബോൾ കിട്ടുന്നു, ഫസ്റ്റ് ഗോൾ അടിക്കുന്നു. ഹാരി കെയ്ൻ്റെ സെലിബ്രേഷനിൽ നിന്നും ടീം ഉണരുന്നു, പ്രകടമാണ്. കാരണം ക്യാമറ ആംഗിൾസ് വയ്ക്കുന്നത് എല്ലാവരും നിരാശരായ ഇംഗ്ലീഷ് പ്ലേയേഴ്സും ക്ഷുഭിതനായിട്ടുള്ള തോമസ് തുഷേലിനെയും ലൈനിൽ നിൽക്കുന്നതാണ് കാണുന്നത്. ആ ഹൈഡ്രേഷൻ ബ്രേക്കിന് തൊട്ട് മുന്നേ വരെ സാക്ക ആ അടുത്ത ബോൾ കാല് തട്ടി വേറെ എവിടേക്കോ പോയി. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി, ഇത് സാക്ക തന്നെ അല്ലേ? സോ അത് പ്രകടമായിരുന്നു, അവരുടെ ബോഡിയിൽ അവർ മെൻ്റലി വീക്കായത് പ്രകടമായിരുന്നു. എന്നാൽ ഈ സബ്സ്റ്റിറ്റ്യൂഷനുകൾ ഇറങ്ങിയോടുകൂടി, എസ്പെഷ്യലി ഗോർഡൻ ഇറങ്ങിയോടുകൂടി ഫസ്റ്റ് ബോൾ കെയ്നിന് വയ്ക്കുന്നു. ഹാരി കെയ്ൻ ഒരു കിഡിലൻ ഫിനിഷ്. ഞാൻ വിചാരിക്കുന്ന എംപാസി ഇതിലും ടഫായിട്ടുള്ള ബോളുകൾ സേവ് ചെയ്തിരുന്നു. എന്തുകൊണ്ടോ ടയേർഡായതുകൊണ്ടാണെന്ന് അറിയില്ല, ഒരു ബുള്ളറ്റ് ഹെഡർ, ക്വിക്കായിട്ടുള്ളൊരു ഹെഡർ, വളരെ വളരെ പെട്ടെന്ന് എടുത്തൊരു ഹെഡർ പോസ്റ്റിൻ്റെ മൂലയ്ക്ക് തറച്ചപ്പോൾ എംപാസി നിസ്സഹാനായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞ് ഇതേ ഗോർഡൻ മിഡ്ഫീൽഡിൽ നിന്ന് വരുന്നു, ഹാരി കെയ്ൻ ഇതേ കറക്റ്റ് ഫസ്റ്റ് ബോക്സിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്നു, കാണിക്കുന്നു, ബോൾ കൊടുക്കുന്നു, ഒരു ടേൺ, ഒരു ഇമ്പോസിബിൾ ആംഗിൾ എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഒരു ടഫായിട്ടുള്ള ഒരു ആംഗിളിൽ നിന്ന് നിയറസ്റ്റ് പോസ്റ്റിലേക്ക് അയാളൊരു വെടിയുണ്ട തീർക്കുമ്പോൾ ഇംഗ്ലണ്ടിൻ്റെ
ടോപ്പ് സ്കോറായിട്ട് എക്കാലത്തെയും വേൾഡ് കപ്പിലെ ടോപ്പ് സ്കോറായിട്ട് 11 ഗോൾ അടിച്ചുകൊണ്ട് ഹാരി കെയ്ൻ ഇംഗ്ലണ്ടിൻ്റെ ക്യാപ്റ്റനായി ഇംഗ്ലണ്ടിനെ അടുത്ത റൗണ്ടിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അവർ സർവൈവ് ചെയ്തു. ഇതാണ് ശരിക്കും ഒരു സർവൈവൽ മാച്ച് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ടോപ്പ് കണ്ടൻറ്റേഴ്സായിട്ട് വേൾഡ് കപ്പിൽ വന്നിട്ട് തുടരെ നിരാശകൾ കൊടുത്തിട്ട് കോങ്കോനെ അടിക്കുമെന്ന് വിചാരിച്ചിട്ടും സ്റ്റിൽ നിരാശപ്പെടുത്തിയിട്ടാണ് അവർ റൗണ്ട് ഓഫ് 16 പോകുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, മെക്സിക്കോ സിറ്റിയിൽ മെക്സിക്കോൻ്റെ ഹോം ടൗണിൽ മെക്സിക്കോൻ്റെ ആരാധകർക്കെതിരെ ഇംഗ്ലണ്ടിന് മെക്സിക്കൻ പരീക്ഷ കടക്കാൻ കഴിയുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കഴിയുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സ്കോർ പ്രെഡിക്റ്റ് ചെയ്യുക. ഇതിൽ ഞാൻ പറയാൻ വിട്ടുപോയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. പാക്കലാം.